Hello everyone, welcome back to English Grammar and Usage. Now we are going to discuss the various parts of speeches in detail. First one is nouns. We have already introduced the term noun in the previous section. In this unit, we shall look into the categories, functions and characteristics of noun in detail. അപ്പോൾ noun parts of speech എന്ന് പറഞ്ഞാൽ 8 parts of speech ഉണ്ട്. noun, verb, adjective, adverb അങ്ങനെ അങ്ങോട്ട് പോകും 8 എണ്ണം അല്ലേ. അതിൽ ഒന്നാമത്തത് noun ആണ് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എത്ര ടൈപ്സ് noun ഉണ്ട് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഫണ്ടമെൻ്റൽ കാറ്റഗറൈസേഷൻ മെയിനായിട്ട് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. നൗണിനെ കൗണ്ടബിൾ നൗൺ എന്നും അൺകൗണ്ടബിൾ നൗൺ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നൗണിനെ കൗണ്ടബിൾ നൗണ്, അൺകൗണ്ടബിൾ. കൗണ്ട് നൗൺ മീൻസ് എണ്ണാൻ സാധിക്കുന്നത്, അൺകൗണ്ട് എന്താണ് എണ്ണാൻ സാധിക്കാത്തത്. കൗണ്ടബിൾ നൗണിൽ രണ്ടെണ്ണമാണ് എന്ത്, സിംഗുലർ നൗണും പ്ലൂരൽ നൗണും. സിംഗുലർ നൗൺ എന്താണ്, ക്യാറ്റ്, ഡോഗ്, ഷിപ്പ്, മണി, ഹീറോ ഒക്കെ. പ്ലൂരൽ നൗൺ ഏതാണ്, ഡോഗൊക്കെ ഡോഗ്സ്, ക്യാറ്റ്സ്, ഷിപ്സ്, ബേബീസ് ഇതൊക്കെ അതാണ് പ്ലൂരൽ നൗൺ. അപ്പോൾ സിംഗുലർ പ്ലൂരൽ നൗണ്. കൗണ്ടബിൾ നൗണ് രണ്ടായി തിരിച്ചത് സിംഗുലർ പ്ലൂരൽ. അപ്പോൾ നൗണിൻ്റെ കാറ്റഗറൈസേഷനിൽ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ കാറ്റഗറൈസേഷനിൽ പെടുന്നതാണ് കൗണ്ട് നൗണ്, അൺകൗണ്ടബിൾ നൗണ്. കൗണ്ടിനെ വീണ്ടും ഡിവൈഡ് ചെയ്തതാണ് എന്ത്, സിംഗുലർ നൗണ്, പ്ലൂരൽ നൗണ് വിത്ത് എക്സാമ്പിൾസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. കൗണ്ട് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കൗണ്ട് ആൻഡ് അൺകൗണ്ട് നൗൺസ് ഇൻ ഇംഗ്ലീഷ് because their usage is different in regards to both determinants and verb. Count nouns, in some books they use the expression countable. Count noun എന്നുള്ളത് countable എന്നും ഉപയോഗിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൗണ്ട് മാത്രമല്ല countable nouns. Count nouns are for things we can count using numbers. They have a singular and plural form. Countable nounsന് സിംഗുലർ ഫോം ഉണ്ടാവും, പ്ലൂരൽ ഫോം ഉണ്ടാവും. നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയിട്ട് വേണം വീഡിയോ കേൾക്കാൻ കേട്ടോ. 1 man, 1 idea. അപ്പോൾ അതിൻ്റെ പ്ലൂരൽ ഫോമാണ് എന്ത്, 1 manൻ്റെ പ്ലൂരൽ ഫോമാണ് 2 men അല്ലേ. 1 idea, 2 ideas. ഓക്കെ, അപ്പോൾ ഇതിന് കൗണ്ടബിൾ നൗണിന് എന്തുണ്ടാവും, പ്ലൂരൽ ഫോം ഉണ്ടാവും, സിംഗുലർ ഫോമും ഉണ്ടാകും. എക്സാമ്പിൾ, ഷീ ഹാസ് 3 kittens. ഹീ ഓൺസ് എ ഹൗസ്. അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്ലൂരലും കൗണ്ടബിൾ നൗൺസ് ആണ്. അതിന് സിംഗുലർ ഫോംസും ഉണ്ടാവും, പ്ലൂരൽ ഫോംസും ഉണ്ടാവും. A count noun has plural form and can be preceded by a, an or the. എപ്പോഴും നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന നൗണുകൾക്ക് ഏകവചനം ബഹുവചനം ഉണ്ടാവും. പലപ്പോഴും അവയ്ക്ക് മുന്നിൽ എന്തുണ്ടാവും, എ ആൻഡ് ദ എന്ന ആർട്ടിക്കിൾസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വേർഡുകൾ പറയുന്ന സമയത്ത് അധികവും എയോ ആനോ ദായോ എന്ന ആർട്ടിക്കിൾസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ നോക്കൂ, ആൻ ആപ്പിൾ, എ ലാപ്ടോപ്പ്, ദ ആപ്പിൾ, ദ ലാപ്ടോപ്പ്. ഇതൊക്കെ ഇങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് അതെപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇനി അൺകൗണ്ട് നൗൺസ് നോക്കൂ. അൺകൗണ്ട് നൗൺസ് ആർ ഫോർ തിങ്സ് ദാറ്റ് വി കനോട്ട് കൗണ്ട് വിത്ത് നമ്പേഴ്സ്. ദേ മേ ബി നെയിംസ് ഫോർ അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ ക്വാളിറ്റീസ് ഓർ ഫോർ ഫിസിക്കൽ ഒബ്ജക്ട്സ് that are too small or too amorphous to be counted. Liquids, powder, gases, etc. And uncounted nouns cannot be preceded by a, an or one, and it cannot be used in plural. They lack the singular or plural contrast. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരിക്കലും നമ്മൾ എന്താണ് അൺകൗണ്ടബിൾ നൗൺസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ ഒരിക്കലും മേയോ ആനോ ദായോ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്തോളൂ. ആൻ അൺകൗണ്ട് നൗൺ കനോട്ട് ബി പ്രൊസീഡഡ് ബൈ എ, ആൻ ഓർ one and it cannot be used in plural. They lack the singular or plural contrast. അപ്പോൾ ഒരു സമയത്തും നമ്മൾ എന്ത് ചെയ്യാറില്ല, ആ എണ്ണാൻ സാധിക്കാത്ത നൗണിൻ്റെ മുന്നിൽ ഒരിക്കലും എന്ത് ചേർക്കാറില്ല, പ്ലൂരൽ ഫോമുകൾ ഉണ്ടാക്കാറില്ല. അതിൻ്റെ മുന്നിൽ എയോ ആനോ ദായോ ചേർക്കാറില്ല എന്നുള്ള നിയമമാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ നോക്കൂ,
Example, let me add milk to your coffee. Let me add milk. Let me add milks എന്ന് പറയോ? ഇല്ല. ലിബർട്ടി ഈസ് അറ്റ് സ്റ്റേക്ക് ഫോർ അസ്. ലിബർട്ടി എന്താണ്? സ്വാതന്ത്ര്യം. ലിബർട്ടീസ് എന്ന് പറയോ? ഇല്ല. മണി ഈസ് നോട്ട് എവരിത്തിങ് ഫോർ ഹിം. മണീസ് എന്ന് പറയാറില്ല, മണീനെ പറയാറുള്ളൂ. അൺകൗണ്ട് നൗൺസ് ആർ യൂസ്ഡ് വിത്ത് സിംഗുലർ വെർബ്. ദേ യൂഷ്വലി ഡു ഹാവ് എ പ്ലൂരൽ ഫോം. അൺകൗണ്ട് നൗൺസ് ആർ വിത്ത് എ സിംഗുലർ വെർബ്. ദേ യൂഷ്വലി ഡു നോട്ട് ഹാവ്. എപ്പോഴും എന്താണ്? അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ഉണ്ടാവാറുള്ളത്. അൺകൗണ്ട് എണ്ണാൻ സാധിക്കാത്ത നൗണിന് മുന്നിൽ, അതായത് അൺകൗണ്ടബിൾ നൗണിന് മുന്നിൽ എപ്പോഴും എന്താണ്? സിംഗുലർ ആയിരിക്കും വെർബ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, മിൽക്കിൻ്റെ മുന്നിൽ ഈസാണ് വരിക, ലിബർട്ടിയുടെ മുന്നിൽ ഈസാണ് വരിക, മണിയുടെ മുന്നിൽ ഈസാണ് വരിക. അപ്പോൾ ഈ ഒരു നിയമമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവുള്ളൂ. എക്സാമിന് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ബ്രാക്കറ്റിൽ തരിക. ലിബർട്ടി ഡാഷ് അറ്റ് സ്റ്റേക്ക് ഫോർ അസ്. ബ്രാക്കറ്റിൽ ആമും ഈസ് ആറൊക്കെ ഉണ്ടാവും. അപ്പോൾ ലിബർട്ടി ഈസാണ്. കാരണം ലിബർട്ടി ഏത് ടൈപ്പ് നൗണാണ്? അൺകൗണ്ടബിൾ നൗണാണ്. അതിന് പ്ലൂരൽ ഫോം ഇല്ല, അതിനെപ്പോഴും സിംഗുലർ നൗണാണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് എപ്പോഴും വിത്ത് സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കാറുള്ളത്. സോ സിംഗുലർ വെർബ്. ഓക്കെ, ഇനി നോക്ക്, ടീ, ബ്യൂട്ടി, ട്രൂത്ത്, ജസ്റ്റിസ്, ഫൺ, ഷുഗർ, ഇതൊക്കെ എന്താണ്? എണ്ണാൻ പറ്റാത്ത നൗണുകളാണ്. പഞ്ചസാര എണ്ണാൻ പറ്റുമോ? ആങ്കർ, ഡെമോക്രസി, ഹോണസ്റ്റി, എക്കണോമിക്സ്, വാട്ടർ, ഫിയർ, ഗോൾഡ്, മ്യൂസിക്, ക്രോക്കറി, ഇതൊന്നും നമുക്ക് എണ്ണാൻ സാധിക്കാത്ത നൗണുകളാണ്. ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്തേ ഉണ്ടാവുള്ളൂ? സിംഗുലർ വെർബാണ് ഉണ്ടാവുക. ഓക്കെ, എയർ, ലവ്, ടെന്നീസ്, കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ടെന്നീസ്, ഹിസ്റ്ററി, എപ്പോഴും നമ്മൾ പഠിച്ചതാണ്, നമുക്ക് എപ്പോഴും അറിയുന്നതാണ്. ഇൻഫർമേഷൻസ് എന്ന് പറയാറുണ്ടോ? ബാഗേജസ് എന്ന് പറയാറുണ്ടോ? ലഗേജസ് എന്ന് പറയാറുണ്ടോ? ഇല്ല, ഇതൊന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല. ഇതിൻ്റെ ഒരു ഫ്ലൂരൽ ഫോം നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ വേർഡുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കാണാതെ. റൈസ്, നോളേജ്, മണി, റിസർച്ച്, എക്യുപ്മെൻറ്റ് അല്ലേ, ന്യൂസ്, സീനിയറി, ഇതൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് ഓർത്ത് വെക്കണം. ഈ വേർഡുകൾ നമ്മളെ മനസ്സിലെപ്പോഴും സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ എക്സാമിന് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. If we are to use these into sentence, an equivalent countable expression can be identified. എപ്പോഴും ട്രാഫിക് എന്നൊക്കെ കാണുന്ന സമയത്ത് എ സ്ട്രീം ഓഫ് ട്രാഫിക് എന്നാണ് പറയുക. പിന്നെ അഡ്വൈസ് എന്ന് കാണുന്ന എ പീസ് ഓഫ് അഡ്വൈസ്. പിന്നെ ലഗേജ്, എ പീസ് ഓഫ് ലഗേജ്. പോയട്രി, എ പീസ് ഓഫ് പോയട്രി. ലാഫർ, എ പീൽ ഓഫ് ലാഫർ. അപ്ലോസ്, എ വോളി ഓഫ് അപ്ലോസ്. ഫർണിച്ചർ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് പീസ് ഓഫ് ഫർണിച്ചർ. എന്താണ്? ഫർണിച്ചേഴ്സ് എന്നൊന്നും നമ്മൾ പറയാറില്ല. എ പീസ് ഓഫ് ഫർണിച്ചർ അല്ലേ? ആർട്ടിക്കിൾ ഓഫ് ഫർണിച്ചർ. എക്യുപ്മെൻറ്റ്, ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് മെനി, ഫ്യൂ, എ ഗുഡ് നമ്പർ ഓഫ്, ലാർജ് നമ്പർ ഓഫ് cannot be attached with uncount nouns. Instead we use a lot of, loads of, plenty of, a good deal of. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് മെനി, ഫ്യൂ, എ ഗുഡ് നമ്പർ ഓഫ്, ലാർജ് നമ്പർ ഓഫ് cannot be attached with uncount nouns. Instead we use a lot of, loads of, plenty of, good deal of, much, and some, etc. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഈ വാക്കുകൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം ഏതൊക്കെ വേർഡ്സ് ആണെന്നുള്ളത്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തവയാണ്. അവ ഒരിക്കലും ബഹുവചനം ഉണ്ടാവില്ല. അൺകൗണ്ടബിൾ നൗൺസ് എണ്ണാൻ പറ്റാത്തതാണ്, അവക്ക് ബഹുവചനം ഉണ്ടാവില്ല. ലവ്, വാട്ടർ, ബ്യൂട്ടി, ഇതിനൊന്നും ബഹുവചനം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇതിന് പ്ലൂരൽ ഫോം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവക്ക് മുന്നിൽ ഒരിക്കലും നമ്മൾ എന്തുപയോഗിക്കാൻ പാടില്ല? ഇവക്ക് മുന്നിൽ മെനി വാട്ടർ എന്ന് പറയില്ല, മെനി ബ്യൂട്ടി എന്ന് പറയില്ല, ഫ്യൂ വാട്ടർ എന്ന് പറയില്ല, അല്ലെങ്കിൽ ഫ്യൂ ബ്യൂട്ടി, ഫ്യൂ ലവ് എന്നൊന്നും നമ്മൾ പറയൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവക്ക് ശേഷം അല്ലെങ്കിൽ ഇവക്ക് മുന്നിൽ ഒരിക്കലും അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കൂല. പക്ഷേ എ ലോട്ട് ഓഫ്, ലോഡ്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ഗുഡ് ഡീൽ ഓഫ്, മച്ച്, സം വാട്ടർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ മെനി, മച്ച്, മച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെനി, ഇത്രയും വേർഡ്സുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എ ലോട്ട് ഓഫ്, ലോഡ്സ് ഓഫ്, ഈ വേർഡുകൾ ഉപയോഗിക്കാനും പറ്റും. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്,
I have a loads of work to attend to this weekend. I have a loads of work. കണ്ടോ, ലോഡ്സ് ഓഫ് എന്ന് വന്നാൽ പിന്നെ വർക്ക്സ് എന്ന് വേണ്ട, അതൊക്കെയാണ് നിയമം കേട്ടോ. ഐ ഹാവ് എ ലോഡ്സ് ഓഫ് വർക്ക് ടു അറ്റൻഡ് ടു ദിസ് വീക്കെൻഡ്. നോക്ക്, ഹിയർ ആർ ഫ്യൂ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ അവിടെ ഒരൊറ്റ നിയമം കൂടി കേട്ടോ, മെനി വർക്ക്സ് എന്ന് പറയൂല, മെനി ബുക്ക് എന്നേ പറയുള്ളൂ, മെനി വർക്ക് എന്നേ പറയുള്ളൂ. മെനി വർക്ക്, മെനി വർക്ക് എന്നേ പറയുള്ളൂ, അല്ലാതെ മെനി വർക്ക്സ് എന്ന് പറയൂല. ഇതും ഒരു നിയമമാണ് കേട്ടോ. ദർ ആർ എ ഫ്യൂ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ് വിച്ച് ആർ കോമൺലി ആക്സെപ്റ്റഡ് ഇൻ വിച്ച് എ ഓർ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ അൺകൗണ്ട്. പക്ഷേ ചില ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസുകളിൽ ഇംഗ്ലീഷിൽ നമ്മൾ കോമൺലി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എയും ആനും ഉപയോഗിക്കും എന്നുള്ളത്. ഉപയോഗിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതാണ് എന്ത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ്, ഏതാ നമുക്ക് നോക്കാം. ദർ ആർ എ ഫ്യൂ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ് വിച്ച് ആർ കോമൺലി ആക്സെപ്റ്റഡ് ഇൻ വിച്ച് എ ഓർ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ അൺകൗണ്ട് നൗൺസ്. എണ്ണാൻ പറ്റാത്ത നൗണിൻ്റെ ബാക്കിലായിട്ട് എയും ആനും ഉപയോഗിക്കുന്ന ചില കേസുകളുണ്ട്. പ്ലീസ് ഡു നോട്ട് മേക്ക് എ നോയ്സ് എബൌട്ട് ഇറ്റ്. ഇത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആയതുകൊണ്ട് തന്നെ പ്ലീസ് ഡു നോട്ട് മേക്ക് എ നോയ്സ്. കണ്ടോ, ഹീ ഹാസ് എ ഗുഡ് നോളേജ് ഓഫ് സംസ്കൃത്. എ ഗുഡ് നോളേജ് ശരിക്കും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല, പക്ഷേ ഇവിടെ എന്താണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് എ നോയ്സ് എ ഗുഡ്. അപ്പോൾ ഇത് എക്സെപ്ഷണൽ കേസാണ്. സം നൗൺസ് ഹാവ് ഫിക്സഡ് പ്ലൂരൽ ഫോം ആൻഡ് ടേക്ക് പ്ലൂരൽ വേർബ്. ദേ ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ സിംഗുലർ ഓർ ദേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ഇൻ ദി സിംഗുലർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്, നമ്മൾ ഒരിക്കലും ചില വേർബുകൾ പ്ലൂരൽ ഫോം ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ സിംഗുലർ ഫോമിൻ്റെ മീനിങ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ് അല്ലേ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചരക്കാണ്, ഗുഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ അതൊരിക്കലും സിംഗുലർ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം. ട്രൗസേഴ്സ് അല്ലേ, ട്രൗസർ എന്ന് പറയൂല, ട്രൗസേഴ്സ്, ജീൻസ്, ബ്രീഫ്സ്, ഷോർട്സ്, ഗ്ലാസസ്, സ്പെറ്റക്കിൾസ്, സേവിങ്സ്, താങ്ക്സ്, സ്റ്റെപ്സ്, സ്റ്റെയേഴ്സ്, കസ്റ്റംസ്, കൺഗ്രാജുലേഷൻസ്, ട്രോപ്പിക്സ്, വേജസ്, സ്പെക്ടക്കിൾസ്, ഔട്ട്സ്കേർട്സ്, ഗുഡ്സ്, ബിറ്റ്സ്. ഈ വേർഡുകളൊക്കെ എപ്പോഴും എങ്ങനെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ദേ കനോട്ട് ബി യൂസ്ഡ് ഇൻ സിംഗുലർ, ദേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ഇൻ ദ സിംഗുലർ. ഇവക്ക് സിംഗുലർ ഫോമിലാവുമ്പോൾ വ്യത്യസ്ത മീനിങ് ആയിട്ട് മാറും. ഇവ ഓൾവേസ് എന്താണ്, ഓൾവേസ് പ്ലൂരൽ, ഫിക്സഡ് പ്ലൂരൽ ഫോം ആൻഡ് ടേക്ക് എ പ്ലൂരൽ വേർബ്. അതുകൊണ്ട് പ്ലൂരൽ ഫോമിന് എടുക്കുന്ന പ്ലൂരൽ വേർബ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇനി നോക്ക്, ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇൻ സ്വിറ്റ്സർലൻഡ് ദ സീനിയറീസ് ആർ മാർവലസ്. സ്വിറ്റ്സർലൻഡ് ദ സീനിയറീസ് ആർ മാർവലസ്. പക്ഷേ അതിൽ കറക്റ്റ് ഏതാണ്, ദ സീനിയറി ഈസ് മാർവലസ്. അപ്പോൾ ആക്ച്വലി ഈ നിയമങ്ങളൊന്നും കൂടെ നോക്കിയിട്ടോ, അവിടെ ചെറിയൊരു എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നുകൊണ്ടാണ്, ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. സം നൗൺസ് ഹാവ് ഫിക്സഡ് പ്ലൂരൽ ഫോം ആൻഡ് ടേക്ക് പ്ലൂരൽ വെർബ്. ഫിക്സഡ് പ്ലൂരൽ ഫോം ഉണ്ടാകുമ്പോൾ എപ്പോഴും അവ പ്ലൂരൽ വെർബും അവയ്ക്ക് പ്ലൂരലായിരിക്കും. ഇപ്പോൾ ട്രൗസേഴ്സ്, ആർ, ജീൻസ് ഒക്കെ അങ്ങനെ എന്താണ് പ്ലൂരൽ വെർബ് ആയിരിക്കും ഇരിക്കുക, അവ ഒരിക്കലും സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വേർഡുകളാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇനി നോക്ക്, കുറച്ച് വർക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഇൻ സ്വിറ്റ്സർലൻഡ് ദ സീനിയറീസ് ആർ മാർവലസ്. ഇത് നിങ്ങൾ ചെയ്യട്ടോ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ പറഞ്ഞുതരാം. ദേ ആർ നൗൺസ് വിച്ച് ഹാവ് എസ് ഓർ ഇ എസ് എൻഡിങ് ബട്ട് ദേ ടേക്ക് സിംഗുലർ വെർബ്. എസ്സിലോ ഇ എസ്സിലോ അവസാനിക്കുന്ന നൗണുകൾ എപ്പോഴും എന്തിലേ അവസാനിക്കുള്ളൂ, സിംഗുലർ വെർബാണ് അവയ്ക്ക് ഉണ്ടാവുക. എസ്സിലോ ഇ എസ്സിലോ അവസാനിക്കുന്ന നൗണുകൾക്ക് മുന്നിൽ സിംഗുലർ വെർബാണ് ഉണ്ടാവുക. അപ്പോൾ ഡിസീസസ്, സ്റ്റേറ്റ്സ്, ഇലസ്ട്രേഷൻസ്, ഗെയിംസ്, സബ്ജക്ട്സ് ഓഫ് സ്റ്റഡീസ് വിത്ത് എന്താണ് മാത്തമാറ്റിക്സ് അല്ലേ, ഫിസിക്സ്, ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്താണ് സിംഗുലർ ആയിരിക്കും വെർബ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. പിന്നെ റാബീസ്, ഇതൊക്കെ രോഗങ്ങൾ, റാബീസ്, മീസിൽസ്, മംസ്, ബില്ലിയാർഡ്സ്, അത്ലറ്റിക്സ്, കോർപ്സ്, ദ യുണൈറ്റഡ് നാഷൻസ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ലിംഗ്വിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ന്യൂസ് എക്സെട്ര. ഇവയ്ക്കൊക്കെ മുന്നിൽ എന്താ ഉണ്ടാവുള്ളൂ, ഈസാണ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. എസ്സിലോ ഇ എസ്സിലോ അവസാനിക്കുന്ന വെർബുകളാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റും. ഇൻ സ്വിറ്റ്സർലൻഡ് ദ സീനിയറീസ് ആർ മാർവലസ്. സീനിയറീസ് എന്ന് പറയില്ല, സീനിയറി എന്നേ പറയുള്ളൂ. സീനിയറി വന്നാൽ ഈസ് മാർവലസ്. പിന്നെ ദ ഡോഗ് ഹാസ് മെനി ഓസ്പ്രിങ്സ്. മെനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നിയമം പഠിച്ച് മെനി വന്നാൽ ഓസ്പ്രിങ് എന്നേ പറയുള്ളൂ, സ്പ്രിങ്സ് എന്ന് പറയൂല. ഓക്കെ, മറ്റത് ഓൾ ദ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയാറില്ല, ഇൻഫർമേഷൻ എന്നേ പറയാറുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തതാണ് കറക്റ്റ്. പിന്നെ മൈ പാൻറ് ഈസ് ഡേർട്ടി. മൈ പാൻറ് അല്ല, മൈ പാൻസ് ആർ ഡേർട്ടി എന്നുള്ളതാണ് കറക്റ്റ് യൂസേജ്. മൈ പാൻസ് ആർ ഡേർട്ടി. പിന്നെ അത്ലറ്റിക്സ് ഈസ് ഗുഡ് ഫോർ പീപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എസ്സിലും ഇ എസ്സിലും അവസാനിക്കുന്നത്, പിന്നെ ഗെയിംസിൻ്റെ പേരിൻ്റെ മുന്നിൽ ഇതൊക്കെ സിംഗുലറാണ് ഉണ്ടാവുക. നമ്മളൊരു നിയമം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സാമ്പിൾസ്. അത്ലറ്റിക്സ് ഈസ് ഗുഡ് ഫോർ യങ് പീപ്പിൾ. അത്ലറ്റിക്സ് ഈസ്. ലിംഗ്വിസ്റ്റിക്സ് ഈസ്. ബില്യാർഡ്സ് ഈസ്. ഓക്കെ, ഹിസ് മാത്തമാറ്റിക്സ് ഓൾവേസ് ഗോ റോങ്. പക്ഷേ വേറൊരു ചെറിയൊരു നിയമവ്യത്യാസം എന്താണ്? വെൻ സബ്ജക്റ്റ് ടോപ്പിക് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് അപ്ലൈഡ് സെൻസ്. ഇപ്പോൾ മാത്തമാറ്റിക്സ് എപ്പം കണ്ടാലും ഈസേ ഉപയോഗിക്കുള്ളൂ, ഫിസിക്സ് എപ്പോൾ കണ്ടാലും ഈസേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇതൊരു അപ്ലൈഡ് സെൻസിൽ ആണെങ്കിൽ ഇവ എങ്ങനെ ഉപയോഗിക്കുക? സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഫാമിലി പ്ലാനിങ് ആർ യൂഷ്വലി ഡിസ്റ്റർബിങ്. ഉണ്ടോ? മാത്തമാറ്റിക്സ് ഓൾവേസ് ഗോ റോങ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഫാമിലി ഉണ്ടോ? ഇത് രണ്ടും അപ്ലൈഡ് ലെവലിലാണ് ഉപയോഗിച്ചത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? പ്ലൂരലാണ് ഉപയോഗിക്കാറുള്ളത്. ഇത്രയാണ് നൗണിലുള്ള നിയമങ്ങൾ. ഇനി അടുത്തൊരു ബോക്സിലുള്ള എക്സർസൈസ് എന്താണ്? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം അത് ചെയ്തതിന് ശേഷം. ഓക്കെ.